ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ വീണ്ടും പീഡന പരാതി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന യുവതി. പരാതി KPCC നേതൃത്വം പോലീസിന് കൈമാറി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അടുത്ത തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം തകിടം മറിക്കാൻ LDF ശ്രമിക്കുകയാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. പീഡനക്കേസിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്തേണ്ടത് പോലീസാണെന്ന് അടൂർ പ്രകാശ്. മസാല ബോണ്ട് വിഷയത്തിൽ ധവളപത്രം പുറത്തിറക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞ സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ ഇല്ലാതായെന്നും ശോഭാ സുരേന്ദ്രൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുന്നു. വോട്ടിംഗ് മെഷീൻ വിതരണ കേന്ദ്രങ്ങൾ ജില്ലാ കളക്ടർ സന്ദർശിച്ചു. ഇരിങ്ങാലക്കുടയിൽ രാസലഹരി വേട്ട. MDMA-യുമായി എറിയാട് സ്വദേശി ഫഹദിനെ ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. പേരാമംഗലത്ത് ഹോണടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ 3 പേർക്ക് കുത്തേറ്റു. ഗുരുതരമായ പരിക്കേറ്റ അച്ഛനും മകനും സുഹൃത്തും ആശുപത്രിയിൽ. പ്രതിക്കായി അന്വേഷണം ഊർജിതം. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ വീണ്ടും പീഡന പരാതി. KPCC പ്രസിഡന്റിനും സോണിയാഗാന്ധിക്കുമാണ് മറ്റൊരു യുവതി പരാതി നൽകിയത്. ബാംഗ്ലൂരിൽ താമസിക്കുന്ന 23-കാരിയാണ് പരാതി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ എത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി. യുവതിയുടെ പരാതി പോലീസ് മേധാവിക്ക് കൈമാറിയതായി KPCC നേതൃത്വം അറിയിച്ചു. യുവതിയുടെ പരാതിയിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടി നേതൃത്വം വ്യക്തമാക്കി. അതേസമയം ലൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 6ാം ദിവസവും ഒളിവിൽ തുടരുകയാണ്. രാഹുലിനെ കണ്ടെത്താനായി അന്വേഷണ ഉദ്യോഗസ്ഥർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പരിശോധന തുടരുകയാണ്. കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കി. കർണാടകയിലെ വിവിധയിടങ്ങളിലും പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട്. MLA ഉപയോഗിച്ച ചുവന്ന പോളോ കാറിന്റെ ഉടമയെ പോലീസ് ചോദ്യം ചെയ്യും. ഏതു സാഹചര്യത്തിലാണ് രാഹുലിന് കാർ കൈമാറിയതെന്ന് പരിശോധിക്കും. പാലക്കാട് നിന്ന് പോകും മുൻപ് രാഹുൽ ഫോണിൽ ബന്ധപ്പെട്ടവരെയും ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം പരാതിക്കാരിയായ യുവതിയുടെ സഹപ്രവർത്തകരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷ അടച്ചിട്ട മുറിയിൽ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹർജി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ സർക്കാരിനെ വിമർശിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മാസങ്ങൾക്ക് മുമ്പ് സ്വമേധയാ എടുത്ത കേസിൽ രാഹുലിനെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അത് ചെയ്യാതെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടത്തുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരമുള്ള കാര്യങ്ങളാണ്. മെട്രോമാൻ E. ശ്രീധരനെ തോൽപ്പിച്ചതിൽ കുറ്റബോധത്തിലാണ് പാലക്കാടൻ ജനതയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കുന്നംകുളത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിക്കെതിരായ ED നോട്ടീസ് സാധാരണ നടപടിക്രമമാണ്. മറുപടി തരികയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ വിവാദങ്ങളുടെ രാഷ്ട്രീയമല്ല, വികസനത്തിന്റെ രാഷ്ട്രീയമാണ് BJP ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ജയിച്ചാൽ ഭരണശൈലിയിൽ തന്നെ മാറ്റം കൊണ്ടുവരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ നേമത്ത് മത്സരിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച വോട്ട് വൈബിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ കോർപ്പറേഷനിൽ ഉൾപ്പെടെ ജനങ്ങൾ നിരവധി അവസരം നൽകിയിട്ടും ഒന്നും ചെയ്യാൻ ഇടത് വലത് മുന്നണികൾക്കായില്ല. ഞങ്ങൾ ഈ ഇലക്ഷൻ കാണുന്നത് ഒരു പ്രധാനപ്പെട്ട ഇലക്ഷൻ, നിർണായകമായ ഇലക്ഷനായിട്ട് കാണുന്നു. ജനങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കുന്ന ഒരു ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഫെയിലിയറാണ്. തൃശ്ശൂർ നഗരം ഒരു ഉദാഹരണമായിട്ട് നോക്കൂ. എത്രയോ കൊല്ലമായിട്ട് ജനങ്ങൾ അവസരം കൊടുത്തു, ഒരു പാർട്ടി ഭരിച്ചു, പിന്നെ മറ്റേ പാർട്ടി ഭരിച്ചു. ഈ നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇന്നും ഒരു ക്ലാരിറ്റി ഇല്ല.
തങ്ങൾ ജയിച്ചാൽ വീട്ടുപടിക്കൽ ഭരണം എത്തിക്കും. വർഷം തോറും പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കും. കേന്ദ്ര പദ്ധതികൾ ജനങ്ങൾക്ക് ലഭ്യമാക്കും. ഭരണം മാറ്റം മാത്രമല്ല, ഭരണശൈലിയിൽ മാറ്റം ഞങ്ങൾ ഒരു ഉറപ്പ് തരുന്നു. ഭരണത്തിന്റെ ഒരു അവസരം കിട്ടിയാൽ ആദ്യത്തെ 45 ദിവസം പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് വഴി സിറ്റിസൺസിന്റെ ഇൻപുട്ട് എടുത്ത് 5 കൊല്ലത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ഇത് ഞങ്ങളുടെ ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. അത് കഴിഞ്ഞ് എല്ലാ കൊല്ലം അതിൻ്റെ ഒരു റിപ്പോർട്ട് കാർഡ് പബ്ലിക് ഡൊമൈനിൽ ഞങ്ങൾ വെക്കും. വാർഡ് തലത്തും നഗരതലത്തും ഡിജിറ്റൽ ടെക്നോളജി വഴി വീട്ടുപടിക്കൽ ഭരണം ഇത് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. ഇനി BJP ഭരിക്കുന്ന ലോക്കൽ ബോഡിയിൽ സംസ്ഥാന ഗവൺമെന്റ് ആരാണെങ്കിലും ഈ ലോക്കൽ ബോഡി സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീം നടപ്പിലാക്കാൻ ഞങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒപ്പം ഞങ്ങൾക്കൊരു അറേഞ്ച്മെന്റ് ഉണ്ടാവും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയും ജനകീയ വിഷയങ്ങളും മറയ്ക്കാൻ അനുവദിക്കില്ല. എയിംസ് വിഷയത്തിൽ ഒന്നും ചെയ്യാതെ സംസ്ഥാന സർക്കാർ നാടകം കളിക്കുകയാണ്. സ്ഥലം ഉണ്ടെന്ന് പറയാതെ ആദ്യം സ്ഥലം ഏറ്റെടുത്ത് നൽകട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഒരാലോചനയ്ക്കും ഇട നൽകാതെ ഉടനടിയായിരുന്നു മറുപടി. അതും മണ്ഡലം വരെ പറഞ്ഞ് 100% ഞാൻ മത്സരിക്കും. ഞാൻ കോൺസ്റ്റിറ്റ്യുവൻസി പറയാൻ വേണമെങ്കിൽ നേമം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ മത്സരിക്കും. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു, സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. TCV തൃശൂർ. UDFന് അനുകൂലമായ ചിത്രമാണ് കേരളത്തിലുടനീളം ദൃശ്യമാകുന്നതെന്ന് കൺവീനർ അടൂർ പ്രകാശ്. UDFിൽ ഇത്തവണ അസ്വാരസ്യം കുറവാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബിന്റെ വോട്ട് വൈബ് എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു UDF കൺവീനർ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പലരും ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിലും അന്വേഷണം തകിടം മറിക്കാൻ LDF ശ്രമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ശബരിമല വിഷയം കെട്ടടങ്ങിയ നിലയിലായെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. LDFിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് അഭിപ്രായം പറയുവാനും ഇതേക്കുറിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കൊള്ളകൾ നടത്തിയ ആളുകൾക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം UDF എന്നുള്ള നിലയിൽ ഞങ്ങൾ പറയുന്നു. അത് LDFിന്റെ ഉത്തരവാദിത്വമാണ്. LDF അതൊക്കെ തുറന്നു പറയണം. എങ്ങനെയാണ് ഈ സ്വർണ്ണക്കൊള്ളകൾ നടത്താനുള്ള നടപടികൾ ഇവിടെ സ്വീകരിച്ചത് എന്ന് മാത്രമല്ല, അത് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയ ആളുകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത്, UDF തീരുമാനമെടുത്തിട്ടുള്ളത്. ആ UDF തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്തേണ്ടത് LDF സർക്കാരും അന്വേഷണ ഉദ്യോഗസ്ഥരുമാണ്. രാഹുലിന്റെ അറസ്റ്റ് തെരഞ്ഞെടുപ്പ് വരെ വൈകിപ്പിക്കുകയാണെന്നും അടൂർ പ്രകാശ് കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിക്കെതിരെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നത് CPM-ഉം BJP-യുമായുള്ള ഒത്തുകളിയുടെ ഭാഗമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വോട്ട് ചോരി BJP-യിൽ മാത്രമല്ല CPM-ലും ഉണ്ടെന്ന് ആദ്യം തെളിയിച്ചത് താനാണെന്നും അടൂർ പ്രകാശ് കൂട്ടിച്ചേർത്തു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹനും മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തു. TCV ന്യൂസ് തൃശൂർ. ഇടവേള. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നാ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. മസാല ബോണ്ട് വിഷയത്തിൽ ധവളപത്രം പുറത്തിറക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞ സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ ഇല്ലാതായെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബ്ബിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. മസാല ബോണ്ട് വഴി സമാഹരിച്ച കോടികൾ ഉപയോഗപ്പെടുത്തി എത്ര പദ്ധതികൾ നടപ്പിലാക്കിയെന്ന് അവർ ചോദിച്ചു.
കേന്ദ്രവിഹിതം എത്രയെന്നതടക്കം ഉൾപ്പെട്ട ധവളപത്രം ഇറക്കണമെന്നാണ് BJPയുടെ ആവശ്യം. കടം വീട്ടാനായി വീണ്ടും കടമെടുക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണെന്നും വലിയ ഒരു ദുരന്തമായിരിക്കും കേരളത്തിനുണ്ടാവുക എന്ന് ഉപദേശിച്ചതിന് ശേഷവും 2019 ഏപ്രിൽ മാസത്തിൽ 2150 കോടി രൂപ കടം വാങ്ങാനുള്ള പുതിയ ഐഡിയ ഉണ്ടാക്കി കിഫ്ബിയെ കൊണ്ട് എടുപ്പിക്കുകയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്തത്. ഈ വാങ്ങിയ പണം ഉപയോഗിച്ച് 2150 കോടി രൂപയുടെ നടപ്പിലാക്കിയ പദ്ധതികൾ ഏതൊക്കെയാണ്? ഈ പദ്ധതികൾക്ക് കേന്ദ്ര വിഹിതം എത്ര കിട്ടിയിട്ടുണ്ട് എന്നതുൾപ്പെടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിൽ ധവളപത്രം പുറപ്പെടുവിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാണ്. വിദേശത്ത് നിന്ന് ഭരിക്കുന്ന കേരള മുഖ്യനായി പിണറായി വിജയൻ മാറി. മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ലാവ്ലിൻ കമ്പനിയോട് പ്രണയമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും കടുത്ത പ്രണയമാണ് ലാവലിൻ കമ്പനിയോട്. കാരണം ലാവലിൻ കമ്പനിയുടെ 20% ഷെയർ ഈ കമ്പനിക്കാണ്. വിദേശയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് മരുമകൻ റിയാസിന് വേണ്ടിയാണെന്നും ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രി അച്ഛൻ പിണറായി വിജയൻ മിസ്റ്റർ റിയാസിന് വേണ്ടി വിദേശ യാത്രകൾ നടത്തി അപ്പം ചുട്ടുകൊണ്ടേയിരിക്കുകയാണ്. കേരള ഗവൺമെന്റ് പറയുന്നത് ഈ പണത്തിൽ ബഹുഭൂരിപക്ഷവും ചിലവഴിച്ചിട്ടുള്ളത് റോഡ് പണിയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. മസാല ബോണ്ട് വിഷയത്തെ പ്രതിപക്ഷം ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തത്. വെറും ഇലക്ഷൻ സ്റ്റണ്ടായി മാത്രം കണ്ടു. പുറത്തു വരുന്ന കണക്ക് പ്രകാരം 7.2%-നും 8.2%-നും ഇടയിൽ പലർക്കും പണം അവിടെ നിന്ന് പലിശയ്ക്ക് കിട്ടിയപ്പോൾ നമുക്ക് മാത്രം കിഫ്ബിക്ക് 9.72% എങ്ങനെയാണ് പലിശ വന്നത്? പലിശ ഇനത്തിൽ ലാഭിക്കാൻ സാധിക്കുമായിരുന്ന ഒരു പദ്ധതിയെ തന്ത്രപൂർവം അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുന്നോട്ട് പോകുമ്പോൾ EDയുടെ നോട്ടീസ് വന്നപ്പോൾ പ്രതിപക്ഷം വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ കാര്യത്തെ കൈകാര്യം ചെയ്തത്. ഇത് ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എന്തുകൊണ്ട് പ്രതിപക്ഷം ഇവിടെ പ്രതികരിക്കുന്നു? പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറയുന്നതല്ല നിയമത്തിന് മുൻപിൽ പറയുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പരിഹസിച്ചു. കോൺഗ്രസിന്റെ പ്രതിപക്ഷ ലീഡർ കേരളത്തിന്റെ നിയമസഭയിൽ പറയുന്നതല്ല നിയമത്തിന്റെ മുന്നിൽ പറയുന്നത്. കേരളത്തിലെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിന് നേതൃത്വം നൽകുന്ന ആളുകൾ എന്ത് ബുദ്ധിമുട്ട് മുഖ്യമന്ത്രിക്ക് വന്നാലും അതിനെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള തന്ത്രാധിഷ്ഠിതമായിട്ടുള്ള സമീപനങ്ങളിലൂടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകേഷിനാലും ശശിയാലും കളങ്കിതമായ CPM-ന് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ സംസാരിക്കാൻ അർഹതയില്ലെന്നും അവർ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ വെള്ള ഷർട്ടിൽ ചെളിയുള്ള മുകേഷ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. TCV തൃശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുന്നു. വോട്ടിംഗ് മെഷീൻ വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾ ജില്ലാ കളക്ടർ സന്ദർശിച്ചു. EVM കമ്മീഷനിംഗ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. ഈ മാസം 5, 6 തീയതികളിൽ റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ മെഷീനുകളുടെ കമ്മീഷനിംഗ് നടക്കും. വോട്ടിംഗ് മെഷീനുകൾ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് സെക്രട്ടറിമാർക്ക് വിതരണം ചെയ്തു തുടങ്ങി. 3 ദിവസങ്ങളിലായാണ് മെഷീനുകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തൃശൂർ, ഇരിങ്ങാലക്കുട വെയർ ഹൌസുകളിൽ നിന്നും വിതരണം ചെയ്യുന്നത്. ഈ മാസം 11-നാണ് ജില്ലയിൽ വോട്ടെടുപ്പ്. ഇരിങ്ങാലക്കുട ഡാണാവിൽ വൻ രാസലഹരി വേട്ട. കാറിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 245.72 ഗ്രാം MDMA-യാണ് ഇരിങ്ങാലക്കുട പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. എറിയാട് മാടവന സ്വദേശിയായ മടത്തിപ്പറമ്പിൽ വീട്ടിൽ ഫഹദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്ന് കടത്തിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ പേരാമംഗലത്ത് ഹോണടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ 3 പേർക്ക് കുത്തേറ്റു. മുണ്ടൂർ സ്വദേശി ബിനീഷ്, മകൻ അഭിനവ്, സുഹൃത്ത് അഭിജിത്ത് എന്നിവർക്ക് സാരമായി പരിക്കേറ്റു. ഇവരെ ആക്രമിച്ച കേച്ചേരി സ്വദേശി കൃഷ്ണ കിഷോർ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു. മുണ്ടൂരിലെ പച്ചക്കറി കടയിലെ ജീവനക്കാരനാണ് അക്രമി. 2 ബൈക്കുകളിലായാണ് അച്ഛനും മകനും സുഹൃത്തും യാത്ര ചെയ്തിരുന്നത്. ബൈക്കിലാണ് അക്രമിയും എത്തിയത്. അഭിനവ് ഹോണടിച്ചതിൽ അക്രമി പ്രകോപിതനായി. തുടർന്ന് ബൈക്ക് തടഞ്ഞു നിർത്തി തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. പിന്നീടായിരുന്നു ആക്രമണം. തമിഴ്നാട്ടിലേക്ക് കടന്ന അക്രമിക്കായി അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. ദേശീയപാത ശ്രീനാരായണപുരത്ത് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഒരാൾ മരിച്ചു. മതിലകം സ്വദേശി പാലക്കാട്ടുപറമ്പിൽ നജീബിന്റെ മകൻ 18 വയസ്സുള്ള മുഹമ്മദ് അദ്നാനാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന അമീൻ പരിക്കുകളോടെ രക്ഷപ്പെട്ടു.
പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. കാനാണിയിൽ ഇടിമിന്നലിൽ നിരവധി വീടുകളിലെ വൈദ്യുതോപകരണങ്ങൾ കത്തിനശിച്ചു. കാനാണി പാലത്തിന് സമീപം ചുള്ളിപ്പറമ്പിൽ പ്രദീപ് കുമാർ, സഹോദരങ്ങളായ തിലകകുമാർ, പ്രകാശൻ, പതിപറമ്പത്ത് ഷെരീഫ എന്നിവരുടെ വീടുകളിലാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത്. വീടുകളിലെ വൈദ്യുതോപകരണങ്ങൾ കത്തിനശിച്ചു. മീറ്റർ ബോർഡ്, മെയിൻ സ്വിച്ച് എന്നിവയ്ക്കും കേടുപാട് പറ്റി. അമിത പലിശ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ഗുരുവായൂർ സ്വദേശി മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. രണ്ടാം പ്രതി കണ്ടാണശ്ശേരി ശ്രാമ്പിക്കൽ വീട്ടിൽ ദിവേഗിന്റെ ജാമ്യാപേക്ഷയാണ് തൃശൂർ മുനിസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി തള്ളിയത്. പലിശ ചോദിച്ച് മുസ്തഫയെ പ്രതി ഫോണിൽ ഭീഷണിപ്പെടുത്തിയിരുന്നതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. മുസ്തഫയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പ്രതി ദിവേഗിന്റെ പേരുണ്ടായിരുന്നതായും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ കോടതിയിൽ ഹാജരായി. പൈങ്കണ്ണിയൂരിലെ കളിസ്ഥലത്ത് പാവറട്ടി പഞ്ചായത്ത് നിർമ്മിച്ച കുളങ്ങൾ മൂലം ദുരിതത്തിലായി കായിക പ്രേമികൾ. പെരിങ്ങാട് പുഴയിൽ നിന്നും കോരുന്ന മണലും ചെളിയും നിക്ഷേപിക്കുന്നതിനും ചെളിയിൽ നിന്നും മണ്ണ് വേർതിരിച്ച് കൊണ്ടുപോകുന്നതിനുമാണ് കുളങ്ങൾ നിർമ്മിച്ചത്. ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണ് കൊണ്ടുപോകുന്നതിന് ശിവാലിയ ഗ്രൂപ്പുമായി പഞ്ചായത്ത് ഏർപ്പെട്ട കരാറിന്റെ ഭാഗമായാണ് കളിസ്ഥലം കമ്പനിക്ക് അനുവദിച്ചത്. പ്രവൃത്തി കഴിയുന്നതോടെ കളിസ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് കരാറിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഭാഗത്തെ പുഴയിൽ നിന്ന് ചെളിയും മണലും എടുക്കുന്നില്ല. ആവശ്യത്തിന് മണ്ണില്ലെന്ന് പറഞ്ഞ് കമ്പനി ജീവനക്കാർ മറ്റൊരു ഭാഗത്തേക്ക് പോയി. എന്നാൽ കരാറുകാർ കളിസ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പഞ്ചായത്തിന്റെ ഗ്രൗണ്ട് കളിസ്ഥലം ശരിയാക്കി തരാം എന്ന് പറഞ്ഞവര് ഗ്രൗണ്ടിൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് 2 വലിയ കുളങ്ങൾ കുത്തിയിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അപ്പോൾ പഞ്ചായത്തിന് കൊടുത്ത വാക്കും പഞ്ചായത്ത് ജനങ്ങൾക്ക് ഇവിടെ കളിക്കുന്ന ചെറുപ്പക്കാർക്ക് കൊടുത്ത വാക്കൊക്കെ വെള്ളത്തിൽ വരച്ച് ആയിപ്പോയിരിക്കുകയാണ്. കാരണം ഇവിടെ ഗ്രൗണ്ട് നന്നാക്കണമില്ല, പകരം 2 വലിയ കുളങ്ങൾ കുത്തിവെച്ചിട്ട് ഇരിക്കുകയാണ്. ഈ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. 1.5 ഏക്കറിലധികം വരുന്ന പഞ്ചായത്ത് കളിസ്ഥലം 4 വർഷത്തോളമായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. കളിസ്ഥലത്തിന്റെ ഒരു ഭാഗത്ത് റോഡ് പൊളിച്ച അവശിഷ്ടങ്ങളും മറ്റും കൂട്ടിയിട്ട നിലയിലാണ്. മറ്റൊരു ഭാഗം പുല്ല് വളർന്ന് കാട് പിടിച്ചു. പഞ്ചായത്തിന്റെ കളിസ്ഥലം എത്രയും വേഗം പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, പാവറട്ടി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ 1,73,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിൽ. ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി ദിബിൻ സാമ്രാജാണ് പിടിയിലായത്. അന്തിക്കാട് പരക്കാട് സ്വദേശിയിൽ നിന്നാണ് പണം തട്ടിയത്. റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ SHO PS സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഏകാദശി പൂർണ്ണതയ്ക്കായി ഭക്തർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദ്വാദശി പണസമർപ്പണം നടത്തി. 15,28,515 രൂപയാണ് ദ്വാദശി പണമായി ലഭിച്ചത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 66,935 രൂപ അധികമാണിത്. ശുഗപുരം, പെരുവനം, ഇരിങ്ങാലക്കുട ഗ്രാമങ്ങളിലെ അഗ്നിഹോത്രികളാണ് ദക്ഷിണ സ്വീകരിച്ച് ഭക്തർക്ക് അനുഗ്രഹമേകിയത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പൂര്. UDFന്റെ തട്ടകമെന്ന് അറിയപ്പെടുന്ന മിഷൻ ക്വാർട്ടേഴ്സിൽ ഇത്തവണ വാശിയേറിയ മത്സരമാണ് അരങ്ങേറുന്നത്. മുൻ UDF കൗൺസിലർ വിമതനായി മത്സരിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത.
UDF സ്ഥാനാർത്ഥിയായ ബൈജു വർഗീസിനെതിരെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇവിടത്തെ മുൻ കൗൺസിലർ കൂടിയായ ജോർജ് ചാണ്ടിയാണ്. അദ്ദേഹത്തിന് ഇത്തവണ UDF സീറ്റ് നിഷേധിച്ചതോടെയാണ് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത്. UDFന്റെ പ്രചരണ പരിപാടികളെല്ലാം നല്ല രീതിയിൽ പുരോഗമിക്കുന്നതായും ഇത്തവണയും ഡിവിഷൻ മുന്നണിയെ തുണയ്ക്കുമെന്നുമാണ് DCC ജനറൽ സെക്രട്ടറിയും 40 വർഷത്തോളമായി സജീവ കോൺഗ്രസ് പ്രവർത്തകനുമായ ബൈജു വർഗീസ് പറയുന്നത്. പ്രചരണ പരിപാടിയൊക്കെ വളരെ നന്നായി പോകുന്നുണ്ട്. ഇവിടെ UDFന്റെ ശക്തമായൊരു ഡിവിഷനാണ്. അതുകൊണ്ട് നമുക്ക് യാതൊരു ആശങ്കയുടെയും കാര്യമില്ല. തൃശ്ശൂർ കോർപ്പറേഷൻ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് LDF ആണ് ഭരിക്കുന്നത്. ആ തൃശ്ശൂർ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തം UDFനുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അതിനുള്ള പ്രവർത്തനമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇല്ല, റിബൽ സ്ഥാനാർത്ഥിയൊക്കെ ഉണ്ട്. അതൊന്നും ഈ ഡിവിഷനെ സംബന്ധിച്ച് അത് ബാധിക്കില്ല. കാരണം ഇത് കാലങ്ങളായിട്ട് കഴിഞ്ഞ 25 വർഷം UDFനൊപ്പം നിന്നതാണ്. ഇവിടെ UDF എന്ന് പറയുന്നത് മാത്രമാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇവിടെ ഈ ഡിവിഷനിലുള്ളത്. അതുകൊണ്ട് റിബൽ ശല്യം അങ്ങനെ ബാധിക്കാൻ സാധ്യത കുറവാണ്. അതേസമയം UDFന് വിജയമത്ര എളുപ്പമാകില്ലെന്ന് സൂചന നൽകിക്കൊണ്ടാണ് വിമതനായി മത്സരിക്കുന്ന ജോർജ് ചാണ്ടിയുടെ പ്രചരണം. കോൺഗ്രസ് പാരമ്പര്യമുള്ള ജോർജ് ചാണ്ടി പിതാവിന്റെ മരണത്തെ തുടർന്ന് സജീവ രാഷ്ട്രീയത്തിലിറങ്ങിയിട്ട് 9 വർഷത്തോളമേ ആയിട്ടുള്ളൂവെങ്കിലും അദ്ദേഹവും പൂർണ്ണമായ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. വളരെ നല്ല മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു 20ഓളം കോൺഗ്രസ് പ്രവർത്തകർ ഈ ഡിവിഷനിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് സജീവമായി കൂടെയുണ്ട്. ഡിവിഷനിൽ വർഷങ്ങളോട് പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ആൾക്കാരാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ വളരെ മുന്നോട്ട് പോകുന്നു. ഫസ്റ്റ് റൗണ്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നിലവിൽ ഈ പറഞ്ഞ പോലെ അംഗൻവാടിയോ അങ്ങനത്തെ ഇതൊന്നും ഇല്ല. ഒരു അംഗൻവാടിയുടെ പദ്ധതിയുണ്ട്, സ്ഥലമുണ്ട്. അതിന് സ്ഥലം ഓൾമോസ്റ്റ് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അവിടെ അംഗൻവാടി പണിയാമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ നിലവിൽ വാടക കെട്ടിടത്തിലാണ് ഉള്ളത്. മറ്റൊരു അംഗൻവാടി ഉള്ളത് ഇപ്പോഴത്തെ ഡിലിമിറ്റേഷൻ്റെ ഭാഗമായി കുരിശ ഡിവിഷനിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ നിലവിൽ ഒരു അംഗൻവാടി കെട്ടിടമില്ല, ഉണ്ടായിരുന്നത് അപ്പുറത്ത് പോവുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ സ്ഥലത്ത് മറ്റൊന്നും പണിയാമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ പരിപാടികൾ മുന്നോട്ട് പോകുന്നു. ജനങ്ങളുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ലൈറ്റ്, വെള്ളം, ക്ലീനിങ്, ഇതൊക്കെയാണ് പ്രധാനമായി ഫോക്കസ് നൽകുന്ന കാര്യങ്ങൾ. LDFന് വേണ്ടി മത്സരിക്കുന്നത് RJD മഹിളാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് PR ജീജയാണ്. പ്രദേശത്തെ വെള്ളക്കെട്ടടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രചരണം. LDFന്റെ വിജയം അങ്ങേയറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പൊതുജനങ്ങളിൽ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവിടെ കാനകളെല്ലാം വെള്ളക്കെട്ടുകൊണ്ട് അടഞ്ഞു കിടക്കുകയാണ്. അവരെ കൊതുക് ശല്യം വളരെ വ്യക്തമായിട്ട് ഓരോ വീട്ടുകാരും പറയുന്നുണ്ട്. ഞങ്ങളെ ജയിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വശത്തു നിന്ന് ഇതെല്ലാം സാധാരണക്കാർക്ക് ഇറങ്ങി വന്ന് നമ്മളുടെ ആവുന്ന എല്ലാം ഇത് സഹായം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കിഴക്കേ കോട്ടയങ്ങളുടെ വികസനം വളരെ അനിവാര്യമാണ്. LDFന്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്ന് ഈ സാഹചര്യം പറയുകയാണ്. വികസനം മുരടിപ്പ് ചൂണ്ടിക്കാണിച്ചാണ് NDA സ്ഥാനാർത്ഥിയായ ആന്റണി പാലത്തിങ്കൽ കളത്തിലിറങ്ങിയിരിക്കുന്നത്. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നതായി ആന്റണി പാലത്തിങ്കൽ പറയുന്നു. ഈ വട്ടം വലിയ പ്രതീക്ഷയിലാണ് NDA കാണുന്നത് ഈ മണ്ഡലത്തിന് വരെ. കാരണം കോൺഗ്രസ് കുറേ കൊല്ലങ്ങളായിട്ട് ഇവിടെ മണ്ഡലത്തിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വട്ടം NDA ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ഞാൻ ഇവിടെ വരികയും ആൾക്കാരുടെ ഇടയിൽ വളരെ ഒരു താല്പര്യം കാണിക്കുകയും അവർ ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു ചേഞ്ച് വേണമെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു വികസനവും നടക്കുന്നില്ല വിഷങ്കോട്ടസിൽ. 2000 ലാസർ മാളിയേക്കലാണ് അവസാനമായി ഇവിടെ വിജയിച്ച LDF സ്ഥാനാർത്ഥി. വിമതനടക്കം കളത്തിലിറങ്ങിയ സാഹചര്യത്തിൽ മിഷൻ ക്വാർട്ടേഴ്സ് ഡിവിഷനിൽ ഇത്തവണ മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ കോർപ്പറേഷൻ 9ാം ഡിവിഷനായ ചേറൂരിൽ പോരാട്ടം ശക്തം. പൊതുവായ രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം പ്രാദേശിക വികസന പ്രശ്നങ്ങളും ഇവിടെ സജീവ ചർച്ചയാണ്. തൃശൂർ കോർപ്പറേഷൻ 9ാം ഡിവിഷൻ ചേറൂരിൽ തിരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചിരിക്കുകയാണ്. മത്സരാർത്ഥികളായ LDF, UDF, NDA സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ചേറൂർ പിടിക്കാനായി ഒരു യുവ നേതാവാണ് ഇവിടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത്. മനു പള്ളത്ത് ഒരു കന്നി അംഗത്തിനാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു പ്രവേശനം? നിലവിലെ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റാണ്. പിന്നെ എൻ്റെ സ്വന്തം ഡിവിഷനാണ്. ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന, എന്നും സ്ഥിരം കാണുന്ന നാട്ടുകാരുടെ ഇടയിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു അപരിചിതനല്ല. എല്ലാ പരിപാടികളിലായാലും ഉത്സവങ്ങളിലായാലും എല്ലാത്തിലും പങ്കെടുത്ത് ഇവരൊപ്പം ചേരുന്ന ആളാണ്. അപ്പോൾ നാടറിയുന്ന, നാട്ടുകാരെ അറിയുന്ന ഒരാൾ കൂടിയാണ്. നാടറിയുന്ന ചെറുപ്പക്കാരനാണ്. എത്രത്തോളം ഉണ്ട് വിജയപ്രതീക്ഷ? ശുഭപ്രതീക്ഷയാണ് 100%. കാരണം നിലവിലെ കൗൺസിലർ കേന്ദ്ര പദ്ധതികളൊന്നും ഡിവിഷനിൽ കൊണ്ടുവന്നിട്ടില്ല. 2 വർഷക്കാലമായിട്ട് ഇപ്പോൾ നമുക്കിവിടെ ഒരു MP ഉണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രിയും കൂടിയാണ്. ഒരു പദ്ധതി പോലും ഡിവിഷനിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, തൃശ്ശൂർ കോർപ്പറേഷനിൽ മൊത്തത്തിൽ എവിടെയും കേന്ദ്ര പദ്ധതി നല്ല രീതിയിൽ വിനിയോഗിക്കാൻ കൗൺസിലർമാരെല്ലാവരും പരാജയപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം ഡിവിഷനിൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു സ്വന്തം നാടിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ? വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട MP സുരേഷ് ഗോപിയുടെ സ്വപ്ന പദ്ധതികൾ ഡിവിഷൻ തലത്തിൽ കൊണ്ടുവരാൻ 100% നമ്മൾ ശ്രമിക്കും. 9ാം ഡിവിഷൻ ചേറൂരിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് V നന്ദകുമാറാണ്.
ചേട്ടാ എവിടം വരെയായി പ്രചാരണമൊക്കെ? പ്രചരണം ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ട് ഇപ്പോൾ ഒരു 80% ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ക്വാഡ് വർക്ക് പാർട്ടി തലത്തിലുള്ളത് വേറെ നടക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര വർഷമായി രാഷ്ട്രീയത്തിൽ? ഞാൻ രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതലേ പാർട്ടിയുടെ ബന്ധപ്പെട്ട ഒരാളാണ്. പക്ഷേ ഞാൻ ജോലിയാണ് നേരത്തെ ചെയ്തിരുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് ജോലി ചെയ്തിരുന്നത്. അതിനോടൊപ്പം തന്നെ പൊതുപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 10-20 വയസ്സ് തൊട്ട് പൊതുപ്രവർത്തനത്തിലുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഈ വാർഡിലേക്ക്, ഈ ഡിവിഷനിലേക്ക് വേണ്ടി മത്സരിക്കുന്നത് ആദ്യമായിട്ടാണോ? ഞാൻ ഈ ഡിവിഷനിലേക്ക് മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ വിജയപ്രതീക്ഷയൊക്കെ എത്രത്തോളം ഉണ്ട്? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 20 വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന പ്രദേശമാണ് ഈ കുറ്റുമുക്ക് ചേറൂർ ഭാഗം. ആ ഭാഗം ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഈ ഡിവിഷൻ. ആ ഡിവിഷനിൽ എന്നെ അറിയാത്ത ആളുകൾ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അവർ തീർച്ചയായും എന്നെ മറക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നാടിനെയും നാട്ടുകാരെയും ഒരുപോലെ അറിയുന്ന ഒരു മത്സരാർത്ഥിയാണ് ഇവിടെ UDF വേണ്ടി മത്സരിക്കാൻ പോകുന്നത്. വില്ലി ജിജോ, എവിടം വരെയായി പ്രചരണം? ഞങ്ങളുടെ ഇത് രണ്ടാമത്തെ റൗണ്ട് ഹൗസ് വിസിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ എല്ലാ വീടുകളും, ഞാനിവിടെ സിറ്റിംഗ് കൗൺസിലറും കൂടെയാണ്, അതിൻ്റെ ഒരു സന്തോഷം ജനങ്ങൾക്കും എൻ്റെ പ്രവർത്തകർക്കുമുണ്ട്, എനിക്കുമുണ്ട് ഒരു പൂർണ്ണ വിശ്വാസം. കാരണം കഴിഞ്ഞ ഒരു 5 വർഷക്കാലം ജനങ്ങൾക്കിടയിൽ ഒരു സാമൂഹ്യ പ്രവർത്തകയെന്ന ഞാൻ ഒരു പൊതുപ്രവർത്തകയായി നിൽക്കുമ്പോൾ അവർക്ക് ചെയ്തിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ എൻ്റെ ഡിവിഷനിലുണ്ട്. കാരണം ഞാനൊരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ കൂടെയാണ്. അഭിഭാഷകയ്ക്ക് അപ്പുറത്ത് ഒരു സാമൂഹ്യ പ്രവർത്തകയായി നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് ചെയ്യാവുന്ന നിരവധി പദ്ധതികൾ നമ്മുടെ ഡിവിഷനിൽ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഉണ്ട് വിജയപ്രതീക്ഷ? 100%. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ പ്രവർത്തിക്കുന്നു, പ്രവർത്തനത്തിനുള്ള റിസൾട്ട് ജനങ്ങളാണ് തരിക. തീർച്ചയായിട്ടും ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും, ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ ഒരു അംഗത്തെയെങ്കിലും നമ്മൾ കാണാതെ പോയിട്ടില്ല. കാരണം അവരുടെയൊക്കെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തിട്ടുള്ള ഒരു കൗൺസിലർ എന്ന ഒരു സന്തോഷം എനിക്കുണ്ട്. അത് വീടുകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തിനാണ് നമ്മൾ സംശയിക്കേണ്ടത്? കാരണം അവർ തരുന്ന വലിയ ഒരു വിജയ പ്രതീക്ഷ തന്നെയാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു വലിയ സന്തോഷം. മുന്നണികൾ തമ്മിൽ വാശിയേറിയ പോരാട്ടമാണ് ചേറൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വിധി പറയേണ്ടത് ജനങ്ങളാണ്. മത്സരാർത്ഥികൾക്ക് വിജയാശംസകൾ നേർന്നുകൊണ്ട് ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്. ചാവക്കാട് നഗരസഭയിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന വാർഡുകളിലൊന്നാണ് പാലയൂർ. വികസനവും വിവാദവുമെല്ലാം ഇവിടെ സജീവ ചർച്ചയാണ്. ആസിഫ് പാലയൂരാണ് UDF സ്ഥാനാർത്ഥി. നിലവിലെ 11ാം വാർഡ് കൗൺസിലർ അക്ബർ കോനോത്തിനെയാണ് LDF കളത്തിലിറക്കിയിരിക്കുന്നത്. BJPക്ക് വേണ്ടി പ്രസന്നകുമാറും രംഗത്തുണ്ട്. നേരിയ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ UDF വിജയം നേടാറ്. 2015 തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തെത്തിയിരുന്നു. അന്ന് 26 വോട്ടിനാണ് നിലവിലെ BJP സ്ഥാനാർത്ഥി പ്രസന്നകുമാർ UDFിലെ പീറ്റർ പാലയൂരിനോട് പരാജയപ്പെട്ടത്. കഴിഞ്ഞ തവണ LDF ആയിരുന്നു 2ാം സ്ഥാനത്ത്. UDF സ്ഥാനാർത്ഥി ആസിഫ് പാലയൂരിനിത് കന്നി അംഗമാണ്. മുൻ കൗൺസിലർമാർ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നും ജനങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ട് വികസനത്തിന് വേണ്ടി മുൻകാലങ്ങളിൽ മുൻ കൗൺസിലർമാർ, ഞങ്ങൾ UDFിൻ്റെ കൗൺസിലർമാർ നടത്തിയ വികസനത്തിൻ്റെ തുടർച്ചയായി ഈ വാർഡിൽ ഇനിയും വികസനങ്ങൾ കൊണ്ടുവരുമെന്നും ഞാനിതാ പറയുന്നു. 2020 കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് CPMൽ ചേർന്നാണ് മുൻ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി അക്ബർ കോനോത്ത് 11ാം വാർഡിൽ മത്സരിച്ചത്. നാളുകളായി നഗരസഭയുടെ വികസനം ഈ വാർഡിൽ കാര്യമായി എത്തിയില്ലെന്നും റോഡ്, കുടിവെള്ളം, തെരുവുവിളക്ക് എന്നിവയിൽ കാര്യക്ഷമമായ പ്രവർത്തനം ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാലങ്ങളായി വലതുപക്ഷം ഐക്യജനാധിപത്യ മുന്നണി പിടിച്ചെടുക്കുന്ന ഈ വാർഡിൽ ഒരുപാട് ദുരിതങ്ങളും അനുഭവിക്കുന്ന ഒരു ജനതയെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ് ഒരു വാസ്തവം. ഇവിടെ കുടിവെള്ളമായിരുന്നാലും തെരുവുവിളക്കുകളായിരുന്നാലും റോഡുകളായിരുന്നാലും ഒന്നും കൃത്യതയില്ലാത്ത ഈ കാലഘട്ടത്തിൽ എന്നെ ഇവിടെ മത്സരിക്കാൻ നിയോഗിച്ചിട്ടുള്ളത്, ഈ വാർഡ് ഞാൻ പിടിച്ചെടുത്താൽ, ഇവിടുത്തെ ജനങ്ങൾ എന്നെ സഹായിച്ചാൽ തീർച്ചയായും അവർക്ക് നല്ലൊരു മാതൃകാ കൗൺസിലറായിട്ട് ഞാൻ മാറും, അവരെ ഞാൻ ചേർത്ത് പിടിക്കും, എന്നോടൊപ്പം നിർത്തും എന്നൊരു വാഗ്ദാനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ ഈ വാർഡിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെന്നും കാര്യമായ വികസനം നടപ്പാക്കിയില്ലെന്നും BJP സ്ഥാനാർത്ഥി പ്രസന്നകുമാർ കുറ്റപ്പെടുത്തുന്നു. തന്നെ തിരഞ്ഞെടുത്താൽ കേന്ദ്ര പദ്ധതികൾ ഉൾപ്പെടെ ഈ വാർഡിൽ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. TCV ന്യൂസ്, ചാവക്കാട്. ഗുരുവായൂർ മണ്ഡലത്തിൽ UDF, BJP, ജമാഅത്തെ ഇസ്ലാമി സഖ്യമെന്ന് LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. UDFിന്റെ വർഗീയ ബാന്ധവത്തിൽ പ്രതിഷേധിച്ച് നിരവധി പേർ ഇടതുമുന്നണിയുമായി സഹകരിക്കുന്നുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു.
LDF ഭരിക്കുന്ന മണ്ഡലത്തിലെ ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളിലും ജനകീയ പിന്തുണയോടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ടു പോകുകയാണ്. ഇത് UDF സംവിധാനത്തെയാകെ വിരളി പിടിപ്പിച്ചു. ഈ സാഹചര്യത്തിലാണ് അവിശുദ്ധ സഖ്യമുണ്ടാക്കി പരീക്ഷണം നടത്തുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. NK അക്ബർ MLA, TT ശിവദാസ്, PK സൈതാലിക്കുട്ടി, RT ഗഫൂർ, MR രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഭരണം ലഭിച്ചാൽ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയിൽ BJPയുടെ വികസന രേഖ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂരിൽ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളിൽ 95% മോദി സർക്കാരിന്റേതാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വികസന രേഖ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PV മുഹമ്മദ് യാസീന് നൽകി പ്രകാശനം നിർവഹിച്ചു. നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിത അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ, കർഷക മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയസൂര്യൻ, BJP സംസ്ഥാന സമിതി അംഗം ദയാനന്ദൻ മാമ്പുള്ളി, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തിനും PM ശ്രീയിൽ ഒപ്പിട്ട സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കുമെതിരെ തൃശൂരിൽ വിദ്യാഭ്യാസ രക്ഷാ സദസ്സ് സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന പരിപാടി ഗാന്ധിയൻ ഡോക്ടർ MP മത്തായി ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PV കൃഷ്ണൻ നായർ, ഡോക്ടർ AK രാമകൃഷ്ണൻ, റഫീഖ് അഹമ്മദ്, ഡോക്ടർ KV മനോജ്, ഡോക്ടർ ആസാദ്, പ്രൊഫസർ കുസുമൻ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. അതിജീവതയുടെ വിവരങ്ങൾ ഫേസ്ബുക്ക് വഴി പങ്കുവച്ച പ്രതി അറസ്റ്റിൽ. വെള്ളാങ്ങല്ലൂർ കുന്നത്തൂർ സ്വദേശി മേക്കാംതുരുത്തി വീട്ടിൽ സിജോ ജോസിനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് ഇൻസ്പെക്ടർ MK ഷാജിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വാഹനങ്ങളുടെ നിയമലംഘനങ്ങളിൽ തൃശൂർ സിറ്റി പോലീസിന്റെ കർശന പരിശോധന തുടരുന്നു. 3 മാസത്തിനുള്ളിൽ 87,712 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 335ഓളം വാഹനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നവംബർ 32-ന് സീബ്ര ക്രോസിംഗ് നിയമലംഘനങ്ങൾ കണ്ടെത്തി പിഴ ഈടാക്കി. ഡോർ അടയ്ക്കാതെയുള്ള യാത്രകളിൽ 587 ബസ്സുകൾക്കെതിരെ പിഴ ചുമത്തിയെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,935 രൂപ, പവന് 95,480 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ വീണ്ടും പീഡന പരാതി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന യുവതി. പരാതി KPCC നേതൃത്വം പോലീസിന് കൈമാറി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അടുത്ത തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണം തകിടം മറിക്കാൻ LDF ശ്രമിക്കുകയാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. പീഡനക്കേസിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്തേണ്ടത് പോലീസാണെന്ന് അടൂർ പ്രകാശ്. മസാല ബോണ്ട് വിഷയത്തിൽ ധവളപത്രം പുറത്തിറക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞ സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ ഇല്ലാതായെന്നും ശോഭാ സുരേന്ദ്രൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുന്നു. വോട്ടിംഗ് മെഷീൻ വിതരണ കേന്ദ്രങ്ങൾ ജില്ലാ കളക്ടർ സന്ദർശിച്ചു. ഇരിങ്ങാലക്കുടയിൽ രാസലഹരി വേട്ട. MDMAയുമായി എറിയാട് സ്വദേശി ഫഹദിനെ ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. പേരാമംഗലത്ത് ഹോണടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ 3 പേർക്ക് കുത്തേറ്റു. ഗുരുതരമായി പരിക്കേറ്റ അച്ഛനും മകനും സുഹൃത്തും ആശുപത്രിയിൽ. പ്രതിക്കായി അന്വേഷണം ഊർജിതം.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.